എൻ്റെ പേര് റോഷ്ന സാനിയോ. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നു. കൃപാസനത്തെക്കുറിച്ചും കൃപാസനത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ധ്യാനങ്ങളൊക്കെ നേരത്തെ തൊട്ട് പങ്കെടുക്കുമായിരുന്നു. പക്ഷേ ഈ 2015 ഒക്ടോബർ 17 ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയുടെ നിയോഗങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഞങ്ങളുടെ വീട് വിൽക്കുക എന്നുള്ളത്. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് വീട്ടിലേക്ക് വഴിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വീടിനോട് ചേർന്നുള്ള പറമ്പും വഴിയുമെല്ലാം ബന്ധുക്കളും അതോടൊപ്പം തന്നെ അയൽവാസികളും ഒക്കെ കയ്യേറിയെടുത്തൊരു സാഹചര്യമായിരുന്നു. വീട്ടിലേക്ക് നമുക്ക് കടന്നു പോകാൻ ഒരാൾക്ക് നേരെച്ചോ നടന്നു പോകാനുള്ള വഴിയൊന്നും ഇല്ലാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഉടമ്പടി വന്നെടുക്കുന്നത്. ഉടമ്പടിയെ തുടർന്ന് ശക്തമായ പ്രാർത്ഥനയെ തുടർന്നും അതോടൊപ്പം തന്നെ ഉടമ്പടി വസ്തുവായ ഉപ്പ് വീടിൻ്റെ 4 മൂലകളിൽ ഉപയോഗിച്ചതിനെ തുടർന്നും ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള വ്യക്തി തന്നെ വാങ്ങുകയുണ്ടായി. അതിനെ തുടർന്ന് അതിനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ വീട് വിൽക്കുകയും അതേ മാസം തന്നെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും പ്രത്യേക അനുഗ്രഹത്തെ തുടർന്ന് നല്ലൊരു വീട് വഴി സൈഡിൽ ദൈവം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ മാനേജ്മെൻറ്റ് ഗസ്റ്റായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്ത് 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഗവൺമെൻറ് ഗസ്റ്റായിട്ട് എനിക്ക് പ്രമോഷൻ ലഭിക്കുകയും എൻ്റെ സാലറിയിൽ ഇൻക്രീസ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയെ തുടർന്ന് ഉടമ്പടി തൈലത്തിൻ്റെ പ്രത്യേക ഉപയോഗത്തെ തുടർന്നുമാണ് ഇത് സംഭവിച്ചത്. പിന്നീടെന്ന് പറയുന്നത് എൻ്റെ 2ാമത്തെ കുഞ്ഞിന് മോശം പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 7 മുതൽ 10 ദിവസം കൂടുമ്പോഴായിരുന്നു അവന് മോശം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ, കുഞ്ഞിക്കൊച്ചല്ലേ, മരുന്നൊന്നും ചെയ്യേണ്ട, അന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ഉപ്പിൻ്റെ ഉപയോഗത്തെ തുടർന്ന് ഇന്ന് വരെ അവന് പിന്നെ മോഷന് പ്രോബ്ലം ഒന്നുമില്ല. ഡെയിലി മോശം പോവുകയും ദൈവാനുഗ്രഹത്താൽ കുഞ്ഞ് ആക്റ്റീവായിരിക്കുകയും ചെയ്യുന്നു. കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെയും പ്രത്യേക സാക്ഷ്യങ്ങളാക്കി മാറ്റുവാനായിട്ട് പരിശുദ്ധ അമ്മ ഞങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചൊരു അവസരമായിട്ട് ഇതിനെ ഞങ്ങൾ കണക്കാക്കുകയാണ്. കൃപാസന ഉടമ്പടിയെ എടുത്തതിനെ തുടർന്ന് കൂടുതൽ പ്രാർത്ഥനയിൽ ആശ്രയിക്കുവാനും പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുക്കുവാനും പ്രാർത്ഥനയിൽ കൂടുതൽ അടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ സാധിക്കുകയുണ്ടായി. 3 മാസക്കാലം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ അടുക്കുവാനും ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞതായി മാറുവാനും സാധിച്ചിട്ടുണ്ട്. കുടുംബത്തിലും ധാരാളം മാറ്റങ്ങൾ ഇതിനെ തുടർന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന നിലയിൽ ആതുര സേവനം, അതോടൊപ്പം തന്നെ കൃപാസന പത്രത്തിൻ്റെ വിതരണം എന്നിവയാണ് പ്രധാനമായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കൃപാസന ഉപ്പ് വഴി ധാരാളം പേർക്ക് ഞങ്ങളുടെ സഹായത്തോടെ തന്നെ പ്രദേശങ്ങളിലൊക്കെ രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങൾ നൽകിയതിനും നന്ദി പറയുന്നു. താങ്ക് യു. സങ്കീർത്തനങ്ങൾ 66, 19, 20 തിരുവചനങ്ങൾ. ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞുമില്ല. റോഷ്ന എന്ന ഈ മകൾ തൻ്റെ കുടുംബത്തിൽ വന്ന ഒരു പ്രതിസന്ധിയുടെ അവസരത്തിൽ പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്തതിനെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മളിലേറെ പേരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുന്നോട്ട് പോകുവാനാവാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഏറെ നാളായി സ്വയം പരിശ്രമിച്ച് പരാജയപ്പെട്ട വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഒരു പുതിയ വഴി തുറക്കുവാൻ വേണ്ടി ഏറെ ശ്രദ്ധിച്ച് ആലോചിച്ചിട്ടും യാതൊരു വഴിയും കാണാതെ ക്ലേശിക്കുന്ന നാളുകളിലാണ് അമ്മയെ തേടി അവസാന ആശ്രയമായി ഉടമ്പടി എടുക്കുവാൻ എത്തിച്ചേരുക. ഓർക്കേണ്ട ഒരു കാര്യം, അമ്മയുടെ അരികിൽ ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ തലം നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ദൈവസന്നിധിയിലുള്ള ആത്മപരിശോധനയാണ് ഉടമ്പടിയുടെ ആദ്യത്തെ പടി. അത് ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക, അതിൻ്റെ കറകളെയും കുറവുകളെയും ഒന്ന് തിരിച്ചറിയുക, അനുതാപത്തോടുകൂടി ദൈവസ്നേഹത്തിൽ ജീവിക്കുമെന്ന് ദൈവസന്നിധിയിൽ വാക്ക് കൊടുക്കുക. അമ്മ മാതാവ് നമ്മുടെ കരം പിടിച്ച് ഉടമ്പടിക്കാലത്ത് മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവത്തിന് വിശ്വസ്തതയും ഉറപ്പുമുള്ള വ്യക്തികളായി നമ്മുടെ ജീവിതം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവഹിതം നിറവേറട്ടെ എന്ന് പറയുന്ന മക്കളായി നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ 2:5 അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന വാക്കുകൾ അമ്മ മാതാവ് ശിഷ്യരോട് പറയുന്നത്. യേശു എന്താഗ്രഹിക്കുകയും നമ്മോട് പറയുകയും ചെയ്യുന്നുവോ അതനുസരിച്ച് ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാൻ, ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ, അപരന് വേണ്ടി നന്മ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഉടമ്പടി നമുക്ക് അനുഗ്രഹമായി തീരുക.
ചില ഉടമ്പടി എടുത്ത് വേഗത്തിൽ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് ഈ മകൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അനുഭവം ഉണ്ടാവും. ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ സ്ഥലം വിറ്റുപോയി, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, സമാധാനമായി എന്ന് പറയുന്നുണ്ട്. അത് ഒരു ടോക്കണായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ ഒരു ടോക്കൺ തരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആദ്യത്തെ അനുഗ്രഹം ലഭിച്ചതിന് ശേഷം നമ്മൾ എത്ര കണ്ട് ദൈവത്തിലുള്ള വിശ്വസ്തതയും ആശ്രയത്വവും തുടരുന്നു എന്നതാണ്. നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തെ നമ്മൾ മറന്നും ഉപേക്ഷിച്ചും പോകുന്നവരാണോ, അതോ കൂടുതൽ സ്നേഹത്തിലും കൂടുതൽ ഔദാര്യത്തിലും ദൈവത്തോടുള്ള ബന്ധത്തെ നിലനിർത്തി സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, ദൈവസ്നേഹമുള്ളവരായി ജീവിക്കുന്നവരാണോ? ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ എപ്പോഴും നമ്മൾ പരിശോധിക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവം സ്പർശിച്ചതിന് ശേഷം എൻ്റെ വിശ്വാസത്തിന് കുറച്ചുകൂടി സ്ഥിരത വന്നോ? എൻ്റെ ദൈവികമായ ബന്ധത്തിന് കുറേ കൂടി ആഴവും സന്തോഷവും വന്നോ? പരാതികൾ കുറഞ്ഞ്, പരിഭവങ്ങൾ കുറഞ്ഞ് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അമ്മ മാതാവും ഈശോയും എന്നെ സഹായിക്കുന്നുണ്ടോ? ഇത് പരിശോധിക്കപ്പെടേണ്ട മേഖലയാണ്. നമ്മൾ കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് കുറേ കൂടി ദൈവസ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, എളിമയുടെ, വിശുദ്ധിയുടെ, വിശ്വസ്തയുടെ മനുഷ്യരായി തീരുമ്പോഴാണ് ഉടമ്പടി നമ്മളിൽ മജ്ജയും മാംസവും വെക്കുന്നു എന്ന് പറയുവാനാവുക. ആ കൃപയ്ക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കേണ്ടതും. ദൈവമേ, ഞാൻ ഇന്ന് വരെ ലോകാരൂപിയിൽ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ മുഴുകി ജീവിച്ചുവെങ്കിൽ ഉടമ്പടി എടുക്കുന്ന ഈ നിമിഷം മുതൽ ദൈവാരൂപിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികളിലൂടെ എൻ്റെ ജീവിതം നയിക്കുവാൻ ഞാൻ തയ്യാറാവുന്നു. എന്നെ തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും സമർപ്പിക്കുകയും ദൈവകൃപയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നുവെന്ന്. അതുകൊണ്ട് ഉടമ്പടിയിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹവും നമ്മളെ ആത്മീയമായി കുറേ കൂടി ബലപ്പെടുത്തുന്നതാവണം, സഹോദരങ്ങളോട് കുറേ കൂടി സ്നേഹം പകരുന്നതാവണം, നമ്മുടെ വിശ്വാസത്തെ കുറേ കൂടി ഉറപ്പിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കെൽപ്പുള്ളതാക്കണം. അതിനുവേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക്, കുഞ്ഞിന് ലഭിച്ച രോഗസൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.